നമ്മുടെ എം എൽ എമാർക്ക് എന്താ കൊമ്പുണ്ടോ? അല്ലെങ്കിൽ എം എൽ എമാരുടെ വാഹനങ്ങൾക്ക്, കാറുകൾക്ക് കൊമ്പുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക സവിശേഷമായ അധികാരങ്ങളും? കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ നടന്ന ചില സംഭവങ്ങൾ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നിപ്പോകുന്നത്. അപ്പോഴാണ് എം എൽ എക്കോ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേക അല്ലെങ്കിൽ സവിശേഷമായ എന്തെങ്കിലും അധികാരങ്ങളോ മറ്റോ ഉണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നത്. നിരത്തുകളിൽ അവരുടെ കാറുകൾക്ക് എന്താ പ്രത്യേകത? അങ്ങനെ ഒന്നുമില്ല. എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മെപ്പോലെ ഭരണഘടനയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത, ഇപ്പം അതാണല്ലോ നിലവിലുള്ളത്, അതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മെപ്പോലെ തുല്യരായ ആളുകൾ തന്നെയാണ്. അവർക്ക് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ആളുകളാ നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ നമ്മെ പ്രതിനിധീകരിക്കാൻ. അതിനപ്പുറത്ത് പ്രത്യേകതകളൊന്നുമില്ല. ഒരുപക്ഷെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. സർക്കാരിൻ്റെ പരിപാടികളിൽ ഓരോ ആളിനും ലഭിക്കേണ്ട, എം എൽ എക്ക്, എം പിക്ക്, മന്ത്രിക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവർക്ക് ലഭിക്കേണ്ട പദവി സംബന്ധിച്ച ചില പ്രോട്ടോക്കോളുകളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട് അതിനകത്ത്. എം എൽ എക്ക് അല്ലെങ്കിൽ എം പിക്ക്, മന്ത്രിക്ക്, ആ നിലയ്ക്ക്. അതല്ലാതെ ഇവർക്കുള്ള ഒരു പ്രത്യേക അധികാരം എന്ന് പറയുന്നത് പേരിൻ്റെ കൂട്ടത്തിൽ എം എൽ എ എന്ന 3 അക്ഷരം കൂടി എഴുതി ചേർക്കാം, അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ എം എൽ എ എന്ന് വയ്ക്കാം. അതിനപ്പുറത്ത് പൊതു ഇടങ്ങളിൽ, പൊതുനിരത്തിൽ ഇവർക്കാർക്കും പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. അതേസമയം നിയമസഭയ്ക്കുള്ളിൽ ചില പരിരക്ഷകൾ അവർക്കുണ്ട്, ചില പ്രിവിലേജസ്, നിയമസഭയുടെ ചില അവകാശങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾ, അതൊക്കെ ഉണ്ട്. അതൊക്കെ സഭയ്ക്കുള്ളിലാണ്. പുറത്തേക്ക് വരുമ്പോൾ നമ്മളും നമ്മുടെ എം എൽ എയും നമ്മുടെ എം പിയും ഒക്കെ തുല്യരാണ്. നമ്മുടെ എം എൽ എ ജി സ്റ്റീഫൻ, അദ്ദേഹത്തിൻ്റെ കാറിനൊരു തോന്നൽ അതിനെന്തോ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന്. മറ്റു വണ്ടികളെക്കാൾ ഇമ്മിണി വലിയ വണ്ടിയാണ് താനെന്ന് ഈ വണ്ടിക്കൊരു തോന്നൽ. അത് നമ്മുടെ എം എൽ എക്ക് അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാവണമല്ലോ അദ്ദേഹത്തിൻ്റെ കാറിന് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന ചില ശിങ്കിടികൾ, ഡിവൈഎഫ്ഐക്കാരാ, അവർക്കും ഒരു തോന്നൽ നമ്മുടെ സാറിൻ്റെ വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. ഇതൊരു പക്ഷേ ഈ കാട്ടാക്കടയ്ക്കടുത്തുള്ള ഒരു കൃപ ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ വന്ന ബിനീഷ് ബി രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അറിയില്ലായിരുന്നു നമ്മുടെ എം എൽ എയുടെ കാറ് ചില പ്രത്യേക അധികാരങ്ങളുള്ള ഒന്നാണെന്ന്. ഇദ്ദേഹം ഈ വിവാഹ സൽക്കാരം കഴിഞ്ഞ് ഭാര്യ നീതു രാജിനൊപ്പം മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ, നീതു രാജ് 8 മാസം ഗർഭിണിയായ ഒരു യുവതിയാണ്. ഈ ബിനീഷിൻ്റെ കാറിൻ്റെ തൊട്ടുപുറകിൽ നമ്മുടെ എം എൽ എ സ്റ്റീഫൻ ജിയുടെ കാറ് കിടക്കുകയാണ്. അപ്പോഴേക്കും എം എൽ എയുടെ കിങ്കരന്മാരായ ആളുകൾക്ക്, ഡിവൈഎഫ്ഐക്കാർക്ക് ഭയങ്കര തിടുക്കം. എം എൽ എക്ക് പെട്ടെന്ന് സ്ഥലം വിട്ടു പോകണം. അതുകൊണ്ട് ബിനീഷിൻ്റെ കാർ ഉടൻ തന്നെ മുമ്പിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനിടയ്ക്ക് എന്തോ കാരണവശാൽ ഈ വണ്ടി അങ്ങ് ഓഫായിപ്പോയി. തിരക്കിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കാവുന്ന ഒരു ചെറിയ തെറ്റാണ്. അവസാനം എങ്ങനെയോ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് എത്തുന്നു. അവിടെ ഒരു സുഹൃത്തിനെ കാത്ത് വണ്ടി കിടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡിവൈഎഫ്ഐ കിങ്കരന്മാർ ഈ കാറിന് ചുറ്റും കൂടുകയാണ്. പിന്നെ നടന്നത് പൊരിഞ്ഞ തല്ലാണ്. ബിനീഷിനെ കാറിൽ നിന്ന് പിടിച്ചിറക്കുന്നു, ഇടിക്കുന്നു, മർദ്ദിക്കുന്നു. ഭാര്യ അടിക്കരുതേ ഇടിക്കരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് മുറവിളി കൂട്ടുന്നു. അതൊന്നും ഇവരുടെ ചെവിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ അവരത് കേട്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല. അതങ്ങനെയാണ്. ഡിവൈഎഫ്ഐക്കാരൊരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ അവരത് അവസാനിപ്പിക്കില്ല. അത് അവരുടെ ഒരു രീതിയാകട്ടെ. ഈ ബഹളത്തിനിടയ്ക്ക് മറ്റൊരു സംഭവിക്കുന്നുണ്ട്. ബിനീഷായൻ്റെ കഴുത്തിൽ കിടന്ന 1.5 പവൻ്റെ ഒരു മാല, അത് കാണാനില്ല. അതുപോലെ ഈ നീതുരാജ് ഭാര്യ, അവർ ധരിച്ചിരുന്ന ഒരു 3/4 പവൻ്റെ മാല, അതും കാണാനില്ല. ഇത് പട്ടാപ്പകൽ കാട്ടാക്കട, നമ്മുടെ തലസ്ഥാന നഗരത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് എം എൽ എയുടെ നിലപാട്, അല്ലെങ്കിൽ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത്, ഞാനോ എൻ്റെ ഡ്രൈവറോ ആ സമയത്ത് കാറിനടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരും മുൻപിൽ കിടന്ന കാർ മാറ്റിയിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ആരാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്.
കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് നമ്മുടെ സ്റ്റീഫൻ ജി. അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയം, സ്റ്റീഫൻ ജി അടുത്തില്ലാതിരുന്നപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു MP-യോ MLA-യോ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയി, ഏതൊക്കെയോ പദവിയിലെത്തി എന്നാണ് അത്തരക്കാരുടെ ഒരു ചിന്ത. ഈ അവരുടെ അഹങ്കാരഭാവം കാണുന്നത് പലപ്പോഴും നിരത്തുകളിലാണ്. അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ചു വരുമ്പോൾ, MP-യുടെയോ MLA-യുടെയോ കാർ ഓടിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അവരും ഇതിൽ നിന്ന് അത്ര വ്യത്യസ്തരൊന്നുമല്ല, അവരുടെ വാഹനം വരുമ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിക്കൊള്ളണം, അവർക്ക് വഴിയൊരുക്കി കൊള്ളണം. അതാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ചിന്ത. ഫോണടിച്ചാൽ തമ്പ്രാൻ്റെ വണ്ടി കടത്തിവിടണം, അല്ലെങ്കിൽ ഇടി കിട്ടും. ചിലപ്പോൾ പോലീസിൻ്റെ ആയിരിക്കും, ചിലപ്പം DYFIയുടെ ആയിരിക്കും. ഇവർ പാഞ്ഞു പോകുന്നത് കണ്ടാൽ AI സംവിധാനമുള്ള നമ്മുടെ നിരീക്ഷണ ക്യാമറകളിൽ, ഈ CCTV ക്യാമറകളുണ്ടല്ലോ റോഡിലൊക്കെ വെച്ചിരിക്കുന്നേ, അതിലൊന്നും ഇവരുടെ ചിത്രം പതിയില്ലേ? പതിഞ്ഞാൽ തന്നെ ഇവർക്കാർക്കും പിഴ കൊടുക്കണ്ടേ? ഈ സംശയമാണ് നമുക്കുണ്ടാവുക. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹനവ്യൂഹം കണ്ടാൽ സാധാരണ ആളുകൾ റോഡിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. 10-40 കാറല്ലയോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് അകമ്പടി സേവിച്ചു വരുന്നത്. അതിൽ നിറയെ അംഗരക്ഷകരാണ്. ഈ അംഗരക്ഷകർ സാധാരണക്കാരായ ആളുകളൊന്നുമല്ല കേട്ടോ. അവർ ഈ പ്രാണരക്ഷാർത്ഥം, അല്ലെങ്കിൽ ആ കാറുകളുടെയോ വാഹനവ്യൂഹത്തിൻ്റെയോ മുമ്പിലെങ്ങാനും വന്ന് പെടുന്ന ആളുകളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. നന്നായിട്ട് അടിക്കാനും ഇടിക്കാനും അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ വാഹനവ്യൂഹം കണ്ടാൽ ഓടി രക്ഷപ്പെടും, റോഡിൽ നിന്ന് മാറിപ്പോകാറാണ് പതിവ്. നമുക്കറിയാം, ഈ നവകേരള യാത്ര നടന്നപ്പോൾ ആലപ്പുഴയിലും മറ്റും ചില ചെറുപ്പക്കാർ പിള്ളേർ ചില പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉയർത്തി. ഈ അകമ്പടി സേനയിൽപ്പെട്ട ആളുകൾ ജീവരക്ഷാർത്ഥം അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ, അതായത് ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ആളുകൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഈ അകമ്പടി വാഹനവ്യൂഹത്തെ പേടിക്കാം, നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ. പക്ഷേ MLA-മാരെയും നമ്മൾ പേടിക്കണം എന്ന് തുടങ്ങിയാലോ? ആനയെ പേടിക്കാം, എന്തിനാണ് ആന പിണ്ടത്തെ പേടിക്കുക? സ്റ്റീഫൻ ജിയോട് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോയിൽ മന്ത്രി വീണ ജോർജിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും കാര്യം ഒന്ന് പരാമർശിക്കുകയുണ്ടായി. ആമയഴിഞ്ഞാൻ തോടിലെ ദുരന്തം, അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ സംഭവിച്ച അപകടം, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചപ്പോൾ ഇവരുടെ കാര്യം പരാമർശിക്കുകയുണ്ടായി. സ്റ്റീഫൻ ജി, താങ്കളും ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളുടെ സൗകര്യത്തിൽ നമ്മൾ ഓരോ പദവിയിലെത്തുന്നതാണ്. MLA, അല്ലെ മന്ത്രി, അല്ലെങ്കിൽ മേയർ, കൗൺസിലർ, ഇതൊക്കെ ചില അനുഗ്രഹങ്ങളാണ്, ചില ഭാഗ്യങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് വേണം പെരുമാറാൻ. താങ്കളും എങ്ങനെയാണ് MLA ആയത് എന്ന് ഓർത്തു നോക്കണം. തിരുവനന്തപുരം ജില്ലയിലോ അല്ലെ അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലോ താങ്കളെക്കാൾ മിടുക്കരായ ആളുകളൊന്നും ഇല്ലാതിരുന്നിട്ടല്ല. താങ്കൾക്കാണത് വിധിച്ചിരുന്നത്, ഭാഗ്യം, അല്ലെ പാർട്ടിയിലെ ചില ആളുകളുടെ അനുഗ്രഹം, പിന്നെ തിരുവനന്തപുരത്തെ ഒരു ക്രൈസ്തവ സഭാ വിഭാഗത്തിൻ്റെ സമ്മർദ്ദം. അങ്ങനെയൊക്കെയാണ് താങ്കളെപ്പോലെ പല ആളുകളും ഇത്തരത്തിലുള്ള പദവികളിലേക്ക് കടന്നു വരുമ്പോൾ. അപ്പോൾ കുറേ കൂടെ ജനങ്ങളുമായി അവരെ സമഭാവനയിൽ കാണാനും അവരോട് സ്നേഹബുദ്ധിയ പെരുമാറാനും ശ്രമിക്കുകയാണ്, പഠിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ ജനപ്രതിനിധികളുടെയും മറ്റും കാര്യം പറഞ്ഞു. നിരത്തുകളിൽ പേടിക്കേണ്ട മറ്റു ചിലരുണ്ട് കേട്ടോ. വളരെ വിലപിടിപ്പുള്ള വലിയ വാഹനങ്ങളിൽ അതുമായിട്ട് നിരത്തിലിറങ്ങുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ കൊച്ചു വണ്ടികളെ, ചെറിയ വാഹനങ്ങളെ പരമപുച്ഛമാണ്. അതിനെയൊക്കെ മറികടന്ന് അവർ പോകുന്ന രീതി കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഹനം റോഡിൽ ഓടുന്നേ ഇല്ല എന്നൊരു കണക്കുകൂട്ടലിൽ അവർ പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ, അവരുടെ മുഖത്തൊരു അഹങ്കാര ചിരി ഇങ്ങനെ വിടരും കേട്ടോ. ഇവരെയും നമ്മൾ ഈ പറഞ്ഞ അധികാര സ്ഥാനത്തിരിക്കുന്ന പലരും നിരത്തുകളിൽ പെരുമാറുന്നത് പോലെ തന്നെ പേടിക്കേണ്ട ആളുകളാണ്. നമ്മളെപ്പോലെ വാഹനം ഇറക്കി ഓടിക്കുന്ന സാധാരണ ആളുകൾ ഇത്തരം കൂറ്റൻ വാഹനങ്ങൾ കാണുമ്പോൾ, അതിങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ ഏതെങ്കിലും റോഡ് സൈഡിൽ ഒതുക്കി മാറിക്കിടക്കുകയാണ് പതിവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര അഹങ്കാരങ്ങൾ കണ്ടാലാണ് നമുക്ക് ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ സാധിക്കുക.